Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറക്കാത്തതിലും ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡിനകത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാത്തതിലും ബിജെപിയുടെ പ്രതിഷേധം. ബിജെപി അംഗങ്ങൾ ഷൊർണൂർ നഗരസഭയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കംഫർട്ട് സ്റ്റേഷനു മുമ്പിലായിരുന്നു പ്രതിഷേധിച്ചത്. യാത്രാ ആവശ്യങ്ങൾക്കും മറ്റുമായി ഷൊർണൂർ ടൗണിലെത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കാനുള്ളത് അത് അടച്ചിട്ടിട്ട് ഏതാണ്ട് 2 മാസത്തിന് മുകളിലായി. കഴിഞ്ഞ കൗൺസിലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ കൃത്യമായി നഗരസഭാ ചെയർമാനോട് ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് അടച്ചിട്ടത്, തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ STP അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്, അതിനുശേഷം ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറഞ്ഞത്. STP ഉദ്ഘാടനം ചെയ്തിട്ട് ദിവസങ്ങളായി ഇതുവരെ STP ഓപ്പൺ ആയിട്ടില്ല. നഗരസഭയിലെ ശൗചാലയം ഓപ്പൺ ചെയ്തു കൊടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 1.10 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്തുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നോക്കുകുത്തിയായെന്നും ആരോപണമുണ്ട്. ഇവിടുത്തെ ആളുകൾ ഇന്ന് ബസ്സിലെ ജീവനക്കാരടക്കം ഇവിടുത്തെ സാധാരണക്കാരടക്കം ഇവിടെ മതിലിനോട് വർത്താനം പറഞ്ഞ് കാര്യം സാധിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ണും പൊത്തി കാര്യം സാധിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണ് ഷൊർണൂരിൽ നടക്കുന്നത്. ഇതിൽ കണ്ണും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല. ശക്തമായ പ്രതിഷേധം. 1,10,00,000 രൂപ ചെലവാക്കി ഉണ്ടാക്കിയ STP തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വൻ പരാജയമാണ് ഷൊർണൂർ നഗരസഭയുടെ. ഷൊർണൂർ നഗരസഭ ഭരണസമിതിയുടെ വലിയ പരാജയത്തിൻ്റെ വലിയ മകുടോ ഉദാഹരണമാണ് ഈ STP എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതേസമയം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമാണെന്ന് വ്യാപാരികളും പറഞ്ഞു. ഇവിടെ കാലത്ത് വന്ന് ഇരുന്നാൽ നാറിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിനായിട്ട്. എന്തൊക്കെ ടാങ്ക് ലീക്കാവുകയാണ്, രാവിലെ ടാങ്ക് ലീക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത കടയിൽ ഇങ്ങനെ താണ സ്ഥലത്ത് നിറഞ്ഞു കിടക്കുകയാണ്, ഇരിക്കാനേ പറ്റണില്ല. ഫുള്ള് സ്മെല്ലാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് ആർക്കും അറിയില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.